സിക്കിമിലെ ആശാ വർക്കർമാരുടെ വേതന കണക്കിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രേഖ കൊണ്ടുവരേണ്ടത് ചാനലുകളിലല്ല, മറിച്ച് നിയമസഭയിലാണ്. ആശമാരുടെ വേതനത്തെ പറ്റിയുള്ള കണക്ക് നൽകിയത് സ്റ്റേറ്റ് മിഷനാണ്. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. മറിച്ചാണെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ആരോഗ്യമന്ത്രിയുടെ വെല്ലുവിളി. തെറ്റാണെങ്കിൽ ഞാൻ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ. നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിരുന്നല്ല പറയേണ്ടത്. നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്. ഞാൻ ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ്. ആ മാർഗം തേടട്ടെ. നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത്. അപ്പോൾ നോട്ടീസ് കൊടുക്കാമല്ലോ, കൊടുക്കട്ടെ. തീർച്ചയായിട്ടും അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഈ നിയമസഭയിലാണ് ഈ വിഷയം ആദ്യം ഉയർന്നു വന്നത്. അപ്പോഴാണ് 6000 രൂപയല്ല, മറിച്ച് 10000 രൂപ നൽകുന്നുണ്ട് എന്നുള്ള കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ തനിക്ക് ആ രേഖ കിട്ടിയെന്നും പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ള അടിസ്ഥാനം അത് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ചോദിച്ചൊരു ചോദ്യത്തിന് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി അനുപ്രിയ പട്ടേൽ നൽകിയൊരു മറുപടിയാണ്. ആ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട്, സിക്കിം സർക്കാർ ആശാ വർക്കർമാർക്ക് 6000 രൂപയിൽ നിന്ന് 10000 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന്. ആ കണക്ക് തെറ്റാണെന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. പക്ഷേ ഇപ്പോൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ചകൾ ഉയർന്ന സമയത്ത് തന്നെ സിക്കിമിലെ ഈ സ്റ്റേറ്റ് മിഷന്റെ കോർഡിനേറ്റർ, അവിടെയുള്ള സിക്കിമിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടു, അവരോട് സംസാരിച്ചു. അവർ നൽകിയ രേഖ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്.